മാലിപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ കണ്ട കാട്ടാനയെ വ്യാഴാഴ്ച മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ഘടിപ്പിക്കാൻ തീരുമാനം. ഇതിനായുള്ള റേഡിയോ കോളർ തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ചു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് മാലിപ്പാറ കുളങ്ങാട്ടുകുഴിയിൽ കർഷകനായ സിബിയുടെ വീട്ടുപരിസരത്ത് ആനയെ കണ്ടത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഇതിനിടെ ജനപ്രതിനിധികളുടെ ആവശ്യത്തെ തുടർന്ന് കാട്ടാനയെ മയക്കുവെടിവെച്ച് ജനവാസ മേഖലയിൽ നിന്നും മാറ്റുവാൻ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. തുടർന്ന് ACF ജ്യോതിസ്, കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലെ ഡോക്ടർ ബിനോയ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചു. ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ആനയെ മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ഘടിപ്പിക്കാൻ തീരുമാനമായി. റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് കടത്തിവിട്ട് തൽക്കാലം നമ്മളതിൻ്റെ മോണിറ്ററിങ് ഫുൾ ടൈം 24 ഹവറും ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ നോക്കാനാണ് ഇപ്പോൾ നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിന് ഈ ആനയുടെ ഫർദർ മൂവ്മെൻറ്റിനനുസരിച്ച് കുങ്കിയാനകളടക്കം കൊണ്ടുവന്ന് നമുക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളടക്കം അതിൻ്റെ പെർമിഷനൊക്കെ മേടിക്കണം. നമുക്ക് നിലവിൽ ഇതിനെ ട്രാങ്കുലൈസ് ചെയ്തിട്ട് മാറ്റാനാണ് നമുക്ക് അനുമതിയായിട്ടുള്ളത്. ഇപ്പോൾ വയനാട്ടിലാണ് കുങ്കിയാനകൾ ഉള്ളതെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നാളെ വരത്തേക്ക് തൽക്കാലം കോളർ പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ച് വിട്ടിട്ട് നിരീക്ഷണത്തിൽ ഫോറസ്റ്റ് നിരീക്ഷിച്ചിട്ട് നാളെ കുങ്കിയാനയെ കൊണ്ടുവന്നൊരു സംവിധാനം ഏർപ്പാടാക്കാമെന്നാണ് ഇപ്പൊ ചർച്ചയിൽ ഉടലെടുത്തിട്ടുള്ള തീരുമാനം. ആ തീരുമാനം നടപ്പാക്കിയേ മറ്റു. വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി ജനവാസ മേഖലയിൽ നിന്നും മാറ്റുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.